ഒരു വിചിത്രമായ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഗൂഗിളിൽ നിങ്ങളുടെ പേര് സെർച്ച് ചെയ്തിട്ടുണ്ടോ? മിക്കവരും ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇനി 2026 ഗൂഗിൾ അല്ല, AI നിങ്ങളെ അറിയുമോ എന്നതാണ് പുതിയ ചോദ്യം. ChatGPT, ജെമിനൈ, ക്ലോഡ്, ഗ്രോക്ക് ഇവയിൽ ഏതെങ്കിലും AI നിങ്ങളുടെ പേര് കേട്ടിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? ഇത് കണ്ടെത്താൻ ഒരു പുതിയ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. പേര് In the Weights. അതിന്റെ ഫലം കണ്ടിട്ട് ആളുകൾ അമ്പരന്നിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പ്രശസ്തനാണോന്നറിയാൻ എന്ത് ചെയ്യും? ഗൂഗിൾ സെർച്ച്. പേര് ടൈപ്പ് ചെയ്യും. വാർത്തകളുണ്ടോ, വിക്കിപീഡിയ ഉണ്ടോ, യൂട്യൂബ് വീഡിയോകളുണ്ടോ, അങ്ങനെ നോക്കും. പക്ഷെ ഇന്ന് കാര്യങ്ങൾ മാറി. ഇപ്പോൾ പലരും ഗൂഗിളിനേക്കാൾ കൂടുതൽ ChatGPTയോടും ജെമിനിയോടും ചോദിക്കുന്നു. ഹൂ ഈസ് ഈലോൺ മസ്ക്? ഹൂ ഈസ് മിസ്റ്റർ ബീസ്റ്റ്? ഹൂ ഈസ് വിരാട് കോഹ്ലി? AI നേരിട്ട് മറുപടി പറയുന്നു. അപ്പോൾ ഒരു പുതിയ ചോദ്യം ഉയർന്നു. AIയുടെ തലച്ചോറിൽ ഞാനുണ്ടോ? ഇവിടെയാണ് ഇൻ ദ വെയ്റ്റ്സ് രംഗത്തേക്ക് വരുന്നത്. ഈ വെബ്സൈറ്റ് ഒരു വിചിത്രമായ കാര്യം ചെയ്യുന്നു. നിങ്ങളുടെ പേര് പല AI മോഡലുകളോടും ചോദിക്കുന്നു. ChatGPT, ജെമിനൈ, ക്ലോഡ്, ലാമ, ഗ്രോക്ക്, മറ്റ് AI മോഡലുകളും. ശേഷം നോക്കുന്നു AIകൾ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടോന്ന്. അവസാനം ഒരു സ്കോർ നൽകും. ആ സ്കോർ പറയുന്നത് AIയുടെ ഓർമ്മയിൽ നിങ്ങൾ എത്രമാത്രം ഉണ്ടെന്നാണ്. ഇപ്പൊ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷെ AI നിങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുന്നു. അതെങ്ങനെ? കാരണം AIകൾ ഇന്റർനെറ്റിൽ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് പരിശീലനം നേടിയതാണ്. നിങ്ങളുടെ പേര് വാർത്തകളിലും ബ്ലോഗുകളിലും സോഷ്യൽ മീഡിയയിലും പുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ AI അത് ഓർമ്മിച്ചിരിക്കാം. അതായത് നിങ്ങൾ അറിയാതെ തന്നെ AIയുടെ അറിവിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നവരിൽ പലർക്കും യഥാർത്ഥ കാരണം കൗതുകമല്ല, അത് ഈഗോയാണ്. അതെ, കാരണം എല്ലാവർക്കും അറിയണം AI എന്നെ അറിയോ, ഞാൻ എത്ര ഫേമസ് ആണ്, എന്റെ പേര് AIയുടെ ലോകത്ത് എത്ര പ്രധാനമാണ്. മുൻപ് ആളുകൾ ഗൂഗിളിൽ സ്വന്തം പേര് സെർച്ച് ചെയ്തിരുന്നു. ഇപ്പോൾ AIയിൽ സെർച്ച് ചെയ്യുന്നു. ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം ജോബ് ഇന്റർവ്യൂ നടക്കുന്നു. ഇന്റർവ്യൂവർ ചോദിക്കുന്നു, നിങ്ങളെക്കുറിച്ച് എന്തു പറയാം? നിങ്ങൾ മറുപടി പറയുന്നു, ഗൂഗിൾ എന്നെ അറിയില്ല, പക്ഷേ ChatGPT അറിയാം. ഇപ്പോൾ ഇത് തമാശ പോലെ തോന്നാം, പക്ഷെ ഭാവിയിൽ AIകൾ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്ന ലോകത്ത് AI നിങ്ങളെക്കുറിച്ച് എന്തറിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകാം. ഇവിടെയാണ് കഥ കൂടുതൽ രസകരമാകുന്നത്. AIക്ക് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം അറിയില്ല. അതറിയുന്നത് ഇന്റർനെറ്റിൽ ലഭ്യമായ വിവരങ്ങൾ മാത്രം. അതായത് നിങ്ങൾ ഓൺലൈനായി എന്തു ചെയ്യുന്നു, എന്ത് എഴുതുന്നു, എന്ത് പോസ്റ്റ് ചെയ്യുന്നു, ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തെഴുതുന്നു, അതാണ് AIയുടെ കാഴ്ചയിൽ നിങ്ങൾ. AIക്ക് നിങ്ങളെ നേരിട്ടറിയില്ല, പക്ഷെ ഇന്റർനെറ്റിലുള്ള നിങ്ങളുടെ ഡിജിറ്റൽ നിഴലറിയാം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചോദ്യമുണ്ടായിരുന്നു, ഗൂഗിളിൽ എന്റെ പേര് വരുമോ? ഇപ്പോൾ ചോദ്യം മാറി, AI എന്നെ ഓർക്കുമോ? ലോകം സെർച്ച് എഞ്ചിൻ കാലഘട്ടത്തിൽ നിന്ന് AI ആൻസർ എഞ്ചിൻ കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഭാവിയിൽ നിങ്ങളുടെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മനുഷ്യർക്ക് മാത്രമല്ല AIകൾക്കും പ്രധാനമാകും. അപ്പോൾ ഒരു ദിവസം AI നിങ്ങളുടെ പേര് കേട്ടാൽ അതെന്തു പറയും? നിങ്ങളെ അറിയുമോ, അല്ലെങ്കിൽ സോറി ഐ ഡോണ്ട് നോ ദിസ് പേഴ്സൺ എന്നു പറയും? അതറിയാൻ ഇപ്പോൾ ഒരു പുതിയ കളിയുണ്ട്, ഇൻ ദ വെയ്റ്റ്സ്. പക്ഷെ യഥാർത്ഥ ചോദ്യം ഇതാണ്, AI നിങ്ങളെ അറിയുന്നുണ്ടോ എന്നതല്ല, AI നിങ്ങളെ എങ്ങനെ ഓർക്കുന്നു എന്നതാണ്. നിങ്ങളുടെ പേര് AI തിരിച്ചറിയുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബാക്ക് ആൻഡ് ടോക്സ്.